ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഇടയൻ ഗോസ്ബൽ മിനിസ്റ്റേഴ്സിന്റെ കീഴിൽ കർത്തൃസേവനം അനുഷ്ഠിക്കുന്ന ബ്രദർ ജോസഫ് അപ്പലോസ് തന്റെ ആത്മീയ നേതൃത്വത്തിൽ നിങ്ങൾക്കായി ഒരുക്കുന്നു സ്നേഹ ഇടയൻ. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു എന്ന വാഗ്ദത്തം അരുളിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹിയുടെൻ എന്ന ആത്മീയ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മെ വലങ്കരം പിടിച്ചു നടത്തുന്ന ഒരു കർത്താവുണ്ട്. പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, തീച്ചൂളകൾ കടന്നു വരുമ്പോൾ, എരിഹോ മതിലുകൾ കടന്നു വരുമ്പോൾ നമ്മെ വിടുവിക്കുന്ന ശക്തനായ ഒരു ദൈവം എന്ന് ആശയമുള്ള ഒരു അനുഗ്രഹീത ഗാനം പ്രശസ്ത ഗായകൻ ജോബി ജോൺ നിങ്ങൾക്കായി ആലപിക്കുന്നു. തുടർന്ന് കൊട്ടാരക്കരയിൽ നിന്നും ബ്രദർ ബെൻസൺ സാമുവേൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ശ്രവിക്കുകയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത അനുഗ്രഹവും നന്മകളും പ്രാപിച്ചെടുക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ വാലം കാരം പീഡിച്ചെന്നും നടത്തിയിടും യേശു മാറാത്തവൻ എന്നും മാറാത്തവൻ. എന്റെ വാലം കാരം പീഡിച്ചെന്നും നടത്തിയിടും യേശു മാറാത്തവൻ എന്നും മാറാത്തവൻ. ഞാൻ പതറുകില്ല, പതറുകില്ല, എന്റെ വിശ്വാസത്തിൽ ഞാൻ തളരുകില്ല. ഞാൻ പതറുകില്ല, പതറുകില്ല, എന്റെ വിശ്വാസത്തിൽ ഞാൻ തളരുകില്ല. സിംഹക്കുഴി അനുഭവം കടന്നു വന്നാലും ഈ ചുളയും ജ്വാല എന്നെ പൊതിഞ്ഞിരുന്നാലും, സിംഹക്കുഴി അനുഭവം കടന്നു വന്നാലും ഈ ചുളയും ജ്വാല എന്നെ പൊതിഞ്ഞിരുന്നാൽ, പെരുവെള്ളത്തിൽ ശക്തി ഇരച്ചു വന്നാലും ശത്രുവിന്റെ ബലത്തിൽ ഞാൻ പതറുകില്ല. പെരുവെള്ളത്തിൽ ശക്തി ഇരച്ചു വന്നാലും ശത്രുവിന്റെ ബലത്തിൽ ഞാൻ പതറുകില്ല. ഞാൻ പതറുകില്ല, പതറുകില്ല, എന്റെ വിശ്വാസത്തിൽ ഞാൻ തളരുകില്ല. ഞാൻ പതറുകില്ല, പതറുകില്ല, എന്റെ വിശ്വാസത്തിൽ ഞാൻ തളരുകില്ല. പാറ മുന്നിൽ വന്നു വഴി തടഞ്ഞാലും, യോർദാൻ നദി കര കവിഞ്ഞൊഴുകി വന്നാലും, പാറ മുന്നിൽ വന്നു വഴി തടഞ്ഞാലും, യോർദാൻ നദി കര കവിഞ്ഞൊഴുകി വന്നാൽ, യെരിഹോവിൻ മതിൽ മുന്നിൽ ഉയർന്നു നിന്നാലും ശത്രുവിന്റെ പരീക്ഷയിൽ പതറുകില്ല. യെരിഹോവിൻ മതിൽ മുന്നിൽ ഉയർന്നു നിന്നാലും ശത്രുവിന്റെ പരീക്ഷയിൽ പതറുകില്ല. ഞാൻ പതറുകില്ല, പതറുകില്ല, എന്റെ വിശ്വാസത്തിൽ ഞാൻ തളരുകില്ല. ഞാൻ പതറുകില്ല, പതറുകില്ല, എന്റെ വിശ്വാസത്തിൽ ഞാൻ തളരുകില്ല. എന്റെ വാലം കരം പിടിച്ചെന്നും നടത്തിയിടും യേശു മാറാത്തവൻ എന്നും മാറാത്തവൻ. എന്റെ വാലം കരം പിടിച്ചെന്നും നടത്തിയിടും യേശു മാറാത്തവൻ എന്നും മാറാത്തവൻ. ഞാൻ പതറുകില്ല, പതറുകില്ല, എന്റെ വിശ്വാസത്തിൽ ഞാൻ തളരുകില്ല. ഞാൻ പതറുകില്ല, പതറുകില്ല, എന്റെ വിശ്വാസത്തിൽ ഞാൻ തളരുകില്ല. അതിപരിശുദ്ധമായ നാമം ഇന്ന് സമയം മഹത്വപ്പെടുമാറാകട്ടെ.
ഇടയൻ ഗോസ്ബൽ മിനിസ്ട്രീസിന്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ജോസഫ് അപ്പല്ലോസിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ധാരാളം തന്റെ ദാസനെ ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സമയം ഒരു ദൈവിക സന്ദേശത്തിലേക്ക് കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 136 സങ്കീർത്തനം അതിന്റെ 23 വാക്യം. 136 സങ്കീർത്തനം അതിന്റെ 23 വാക്യം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കും. ഈ സങ്കീർത്തന ഭാഗം നമുക്കറിയാം, നമ്മുടെ ന്യൂ ഇയർ മീറ്റിംഗിലൊക്കെ നമ്മൾ വായിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ ഒരു സങ്കീർത്തനം. അവിടെയെല്ലാം അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് നമുക്ക് കാണുവാനിടയായി തീരുന്നു. ശ്രദ്ധിക്കണമേ, ഈ ദയ എന്നേക്കുമുള്ളതെന്നുള്ള ദൈവത്തെക്കുറിച്ച് നമ്മൾ പുകഴ്ത്തുമ്പോൾ തന്നെ ഒത്തിരി ഭാഗങ്ങൾ വിവരിച്ച്, ഇസ്രായേലിന്റെ ചരിത്രമൊക്കെ വിവരിച്ച് താഴേക്ക് വരുമ്പോൾ ആ ദൈവഭക്തൻ സങ്കീർത്തനം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഹല്ലേലൂയ, എന്നെ ഈ ദൈവവചന സന്ദേശത്തിൽ കൂടെ കേൾക്കുമ്പോൾ ഇന്നലകളുടെ ഒരു 10-20 വർഷങ്ങൾ അല്ലെങ്കിൽ 30 വർഷങ്ങൾ നമ്മുടെ ഒന്നുമില്ലായ്മയിലുള്ള അവസ്ഥകളെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. കാരണം അവിടെയൊക്കെ നമ്മളെ ഓർത്ത ഒരു ദൈവമുണ്ടായിരുന്നു, നമ്മളെ സ്നേഹിച്ച ഒരു ദൈവമുണ്ടായിരുന്നു, നമ്മളെ കരുതിയ ഒരു ദൈവമുണ്ടായിരുന്നു. ഞാൻ നിന്നെ വലങ്കരം പിടിച്ചിരിക്കുന്നു എന്ന് നിന്റെ വചനം പറയുന്നത് പോലെ ദൈവം പലപ്പോഴും നമ്മളെ കരം പിടിച്ച് നടത്തിയ എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാവരും ഉപേക്ഷിച്ചു. പലപ്പോഴും ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു വളരുവാൻ നമുക്കിടയായി. അവര് പോലും പലപ്പോഴും മറന്നു കളഞ്ഞ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, അല്ല, നിന്നെ സൃഷ്ടിച്ചവൻ, നിന്നെ ഉരുവാക്കിയവൻ, ഒരമ്മ അറിയുന്നതിന് മുമ്പേ, അപ്പൻ അറിയുന്നതിന് മുമ്പേ, ഈ ലോകം കാണുന്നതിന് മുമ്പേ നിന്നെ കുറിച്ച് നന്നായി അറിയുന്ന ഒരു ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്ത ഒരു ദൈവമുണ്ട്. നമ്മുടെ കഷ്ടതയിൽ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കൽ ദാവീദ് എന്ന ഭക്തൻ തന്റെ സങ്കീർത്തന ഭാഗം ഇങ്ങനെ എഴുതി വരുമ്പോൾ താൻ 27 സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വെക്കുന്നു, ആമേൻ, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ആമേൻ. ആ ഭക്തനെ സംബന്ധിച്ച് അവനെ മറക്കാൻ ആരൊക്കെയോ ഉണ്ടായിരുന്നു, അവനെ ഉപേക്ഷിക്കാൻ ആരൊക്കെയോ ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാം, അവന്റെ വീട്ടിൽ നല്ലൊരു കാര്യമുണ്ടാകുമ്പോൾ പലവരും അവനെ മറന്നു കളഞ്ഞു. അവന്റെ ആ ദേശം മുഴുവൻ ഇളകി. അവന്റെ ഭവനത്തിലെത്തിയപ്പോഴും അവന്റെ അപ്പനും അമ്മയും ജ്യേഷ്ഠ സഹോദരന്മാരെല്ലാവരും ഉള്ളപ്പോഴും ദാവീദ് എന്ന ഈ കൊച്ചുമകൻ അവിടെ കാണാനില്ല. കാരണം അവനെ അവർ മറന്നു കളഞ്ഞിരുന്നു. ഒടുവിലായി സമൂവേൽ എന്ന പ്രവാചകൻ അവരോട് അങ്ങോട്ട് ചോദിക്കുന്നു, ഇനി നിനക്കൊരു മകനുണ്ടോ? ഇനി നിനക്കൊരു മകനുണ്ടോ? ആ ചോദ്യമാണ് ഈശായിയെ തട്ടി ഉണർത്തിയത്. ആമേൻ. ഒരു മനുഷ്യൻ അങ്ങോട്ട് ഇനി നിനക്ക് മകനുണ്ടോ എന്ന് ചോദിക്കുന്നത് വരെ ഈ മനുഷ്യൻ മറുപടി പറയാതെ ദാവീദിനെ കുറിച്ച് അറിയാതെയിരുന്നു. ഞാൻ പറയുന്നു, ഈ ലോകത്തിലെ പലരും നമ്മളെ മറക്കാനിടയായിത്തീരും. സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ അയോഗ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, കുറവുകൾ ഉണ്ടാകാം, പൊക്കക്കുറവുണ്ടാകാം, സൗന്ദര്യക്കുറവുണ്ടാകാം, ധനത്തിന്റെ കുറവുകൾ ഉണ്ടാകാം. ഇതിന്റെ പേരിലൊക്കെ പലപ്പോഴും ഈ ലോകത്തിലെ മനുഷ്യർ നമ്മളെ മറന്നു കളയുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവൻ നമ്മളെ ഓർക്കുന്ന ദൈവമാ. ആമേൻ. നമ്മുടെ താഴ്ചകളിൽ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയുന്നു, ഈ സന്ദേശം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, നമ്മളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ കൃത്യമായി സമയത്ത് അത് നിറവേറ്റപ്പെടും. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റേതായ ആഗ്രഹങ്ങൾ, ഇന്നലകളിൽ അവൻ നമ്മളെക്കുറിച്ച് കൽപ്പിച്ചിട്ടുള്ളവന്റെ പദ്ധതികൾ അത് കൃത്യമായി തന്നെ നിറവേറ്റപ്പെടും. അതിന് എതിർപ്പുകൾ എത്രയുണ്ടായിരുന്നാലും, ആരൊക്കെ പരിഹസിച്ചാലും, ആരൊക്കെ എതിർത്താലും, അതിന്റെ നടുവിൽ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു സ്വർഗം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മളെ മാനിപ്പാൻ തക്കവണ്ണം നമ്മുടെ സർവശക്തനായ ദൈവത്തിനെ കൊണ്ട് കഴിയും. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവം. ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് കടന്നു പോകട്ടെ. മത്തായി ഉൽപ്പത്തി പുസ്തകം അതിന്റെ 40-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. യോസഫിനെ കുറിച്ച് നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ചിട്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. യോസഫ് ആ പ്രമാണിയോട് കൽപ്പിക്കുകയാ, അപേക്ഷിക്കുക, തന്റെ റിക്വസ്റ്റ് പറയുക, എന്നെ ഒന്ന് ഓർക്കണം. നമുക്കറിയാം, ആ യോസഫ് എന്ന മനുഷ്യൻ കടന്നു വന്ന സാഹചര്യങ്ങൾ, അവൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ. ആമേൻ. ഒരു സ്വപ്നത്തിന്റെ പേരിൽ ആ മനുഷ്യൻ ഒറ്റപ്പെടേണ്ടി വന്നു. മനുഷ്യൻ, ആ ഒരു യൗവനക്കാരൻ, ഒരു കൊച്ചു ചെറുപ്പക്കാരൻ, ആമേൻ, അവന്റെ വീട്ടിൽ ഓടി നടന്ന് ഒത്തിരി സന്തോഷം അനുഭവിക്കേണ്ട കൊച്ചു മനുഷ്യൻ, ആമേൻ, ഒത്തിരി അവഗണന അനുഭവിക്കേണ്ടി വന്നു. അവൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആർക്കും വിരോധമായി സംസാരിച്ചു
സംസാരിച്ചിട്ടില്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ സഹോദരന്മാർ പറയുന്നു, അപ്പൻ അവനെ അധികം സ്നേഹിക്കുന്നു, അപ്പൻ അവന് പുതിയ ഉടുപ്പ് തയ്പ്പിച്ചു കൊടുക്കുന്നു. പോരാഞ്ഞിട്ട് അവൻ ദർശനങ്ങൾ കാണുന്നു. ആ ദർശനം ഞങ്ങളെ താഴ്ത്തി അവൻ ഉയരുന്നത്. പലപ്പോഴും നിന്റെ ഉയർച്ചയെ അവഗണിക്കുന്ന പലരുമുണ്ട്, നിന്റെ നന്മകളെ പരിഹസിക്കുന്ന പലരുമുണ്ട്. ഒരു പക്ഷേ ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചിറങ്ങിയവരായിരിക്കാം നിനക്കെതിരെ എഴുന്നേൽക്കുന്നത്, ഒരേ അപ്പനാൽ ഉളവാക്കപ്പെട്ടവരായിരിക്കാം നിനക്കെതിരെ എഴുന്നേൽക്കുന്നത്. എന്നാൽ യോസേഫേ, നിന്നെ ഓർക്കാൻ ഒരു ദൈവമുള്ളിടത്തോളം കാലം പ്രയാസപ്പെടേണ്ട. നിന്നെ കരുതിയ ഒരു ദൈവമുണ്ട്. ഒരു സ്വപ്നം തരാൻ അവനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പൂർത്തീകരണം തരാനും ആ സർവശക്തനായ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് മാനുഷിക വാക്കുകളെ നോക്കണ്ട. അവൻ ദൂരത്ത് നിന്ന് വരുന്നത് കാണുമ്പോഴേ സഹോദരന്മാർ പറയുന്നു, നമുക്കവനെ കൊന്നുകളയാം, അവന്റെ ദർശനം എന്താകുമെന്ന് കാണാലോ. സഹോദരന്മാരെ, ദർശനം നിങ്ങളുടേതല്ല, അത് സ്വർഗത്തിലെ ദൈവത്തിന്റേതാ. യോസേഫ് എന്നൊരു മകനെ അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവം അവനൊരു ദർശനം നൽകി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർത്തീകരണം ചെയ്തു കൊടുക്കാനും അവനറിയാം. നിങ്ങൾ എത്ര കൊല്ലാൻ നോക്കിയാലും, എന്തൊക്കെ അപഹരിക്കാൻ നോക്കിയാലും, ഏത് കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി അവനെ കുറിച്ചുള്ളത് അത് ഏത് ദേശത്തും ദൈവം അത് ചെയ്തെടുക്കും. കാരണം അവൻ സർവശക്തനായ ദൈവം. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ മനുഷ്യർ മറന്നാൽ ഭാരപ്പെടേണ്ട, ബോസുമാർ മറന്നാൽ ഭാരപ്പെടേണ്ട, സഭക്കാരും മുഖം മറച്ചു കളഞ്ഞാൽ ഭാരപ്പെടേണ്ട, രക്തബന്ധങ്ങൾ മറന്നു കളഞ്ഞാൽ ഭാരപ്പെടേണ്ട. ഇന്ന് പകൽ നിന്നെ ഓർക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിന്നെ ഉരുവാക്കിയ ഒരമ്മയുടെ ഉദരത്തിൽ അവരറിയുന്നതിന് മുമ്പേ നിന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വ്യക്തമായ പദ്ധതികളുണ്ട്. ആമേൻ. ഇവിടെ നമുക്കറിയാം, ഈ യോസേഫ് പിന്നീട് പൊട്ടക്കുഴിയിൽ വീഴുന്നു, അടിമക്കച്ചവടക്കാരുടെ കയ്യിൽ അകപ്പെടുന്നു. അവർ അവനെ കൊണ്ടുചെന്ന് പൊത്തിഫേറിന്റെ ഭവനത്തിലാക്കുന്നു. പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധിക്കകത്ത് ഈ പാവപ്പെട്ട ഈ പയ്യൻ വലഞ്ഞ് വല്ലാതെ അപമാനിക്കപ്പെട്ടവനായി അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുകയാണ്. അമ്മീൻ, ആ പൊത്തിഫേറിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അമ്മീൻ പൊത്തിഫേറിന്റെ ഭാര്യ അവന്റേതായ വസ്ത്രം പിന്നെയും ഉരിഞ്ഞെടുക്കുകയാ. ഈ ലോകം മുഴുവൻ അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് അവനെ നിന്നാവിഷയമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാ. അവന്റെ ഹൃദയത്തെ, അവന്റെ ശരീരത്തെ മലിനമാക്കാൻ, നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ അവനെ ഒരു മ്ലേച്ഛനായി ചിത്രീകരിക്കാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും അവനെതിരെ തന്ത്രപ്രകാരം മെനഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവന്റെ കൂടെ ഇരിക്കുന്നു. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിക്കുന്നു. പൊത്തിഫേറുടെ ഭവനത്തിൽ യോസേഫ് ചെന്നപ്പോൾ അവനോടൊപ്പം യഹോവ ഇരുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്നും ജയിലിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും യഹോവ അവനോടൊപ്പം ഇരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവ പൈതലേ, ഓർക്കുക, നീ എത്ര പാപിയാണെന്ന് മറ്റുള്ളവർ വിധിച്ചാലും, നീ ചവിട്ടിക്കേറുന്ന സഭ പോലും നിന്നെ പരിഹസിച്ച് തള്ളിയാലും, നിന്റെ രക്തബന്ധങ്ങൾ തള്ളിയാലും, ദൈവത്തിന്റെ മുമ്പിൽ നിന്റെ നീതി ഉള്ളിടത്തോളം കാലം, നീ പാപം ചെയ്യാത്തവനെന്ന് ദൈവത്തിന് ബോധ്യമുള്ളിടത്തോളം കാലം നീ ഭാരപ്പെടേണ്ട. നിന്നെ പുറത്തു കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ദൈവത്തിനുണ്ട്. ആമേൻ. ഈ സാഹചര്യത്തിന് നടുവിൽ ആ ജയിലറയ്ക്കകത്ത് അവൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പക്കാരൻ, പ്രമാണിയും പാനപാത്രവാഹകനൊക്കെ തന്റെ അടുക്കലെത്തി അവരെയും ശുശ്രൂഷിച്ചു അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം അവർ ഈ പുറത്തേക്ക് ഈ പാനപാത്രവാഹകൻ ഇറങ്ങുമ്പോൾ അവനോട് പറയുന്നൊരു റിക്വസ്റ്റ് ആണ്, നീ വിടുവിക്കപ്പെട്ട് കൊട്ടാരത്തിനകത്തേക്ക് തിരിച്ചു ചെല്ലും. ഫറവോന്റെ അടുക്കൽ നീ എത്തും. ഫറവോന്റെ അടുക്കൽ നീ എത്തി ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ, എന്റെ അവസ്ഥ ഓർക്കണമേ. ഞാൻ ആരെയും പരിഹസിച്ചിട്ടില്ല, ആരെയും അപമാനിച്ചിട്ടില്ല, ഒരു പാപത്തിനും കൂടി നിന്നിട്ടില്ല. ഞാൻ നിരപരാധി. അതുകൊണ്ട് എന്റെ കാര്യമൊന്ന് ബോധിപ്പിച്ചിട്ട് എന്നെ ഒന്ന് ഓർക്കണമേ. ഞാൻ വേഗത്തിൽ പോകട്ടെ. അതിന്റെ 23-ാമത്തെ ഭാഗം അവനിങ്ങനെ പറഞ്ഞു കാണുന്നു, എങ്കിലും പാനപാത്രവാഹകന്റെ പ്രമാണി യോസേഫിനെ മറന്നുകളഞ്ഞു. പാനപാത്രക്കാരുടെ പ്രമാണി യോസേഫിനെ മറന്നുകളഞ്ഞു. ഇന്ന് പകൽ ദൈവാത്മാവ് ഇങ്ങനെ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾ സഹായിച്ചവർ തിരിച്ച് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ദൂത് പറഞ്ഞവർ, നിങ്ങൾ ആത്മീയ ഉത്തേജനം നൽകിയവർ, നിങ്ങൾ പ്രാർത്ഥിച്ചവർ, നിങ്ങളുടെ പ്രാർത്ഥന മൂലം ചിലരൊക്കെ വിടുവിക്കപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ സ്നേഹമായ ആ ഒരു സന്ദേശം മൂലം, നിങ്ങളുടെ സൗമ്യതയോടെ ഇടപെടലും മൂലം പലരും വിടുവിക്കപ്പെട്ടുണ്ട്. പക്ഷെ തിരിച്ചവർ അതുപോലെ നിങ്ങളെ ഓർക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ മനുഷ്യരാ, പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പലപ്പോഴും നിന്നെ സഹായിക്കാൻ കഴിയാത്ത അവസ്ഥകളുടെ ജീവിതത്തിൽ വന്നേക്കാം. പാനപാത്രവാഹകൻ യോസേഫിനെ മറന്നു കളഞ്ഞു. നിരാത്മകൾ ഓർക്കുക, ആമേൻ. നിന്നെ മറക്കുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്.
നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്. കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്. ഭാരപ്പെടരുത്. ജീവനുള്ള ദൈവം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം യോസേഫേ, നിന്റെ ദർശനം ഓർക്കേണ്ടതാ. മറന്നു കളയുന്ന ഒരു ദൈവമല്ല. നിന്റെ കണ്ണുനീരും നിലവിളിയും നിന്റെ നിരാശയും തകർച്ചയും ഒന്നും ദൈവം മറന്നു കളയത്തില്ല. തക്ക സമയത്ത് അവൻ ഉയർത്തുന്ന ദൈവമാ. നിന്നെ മാനിപ്പാൻ തക്കമുള്ള ദൈവത്തിലേക്ക് നമുക്കറിയാം. പിന്നീട് യോസേഫിന്റെ ചരിത്രം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അവന്റേതായ ജീവിതത്തിന്റെ മേഖലകളിൽ ആരും അറിയാത്ത സ്ഥാനത്ത് ഒരു രാവിലെ വന്ന് അവനെ ആ കാരാഗ്രഹത്തിന്റെ ലോക്ക് തുറന്ന് പുറത്തെടുത്ത് ആരാണോ അവനെ പരിഹസിച്ച് അവര് തന്നെ അവനെ വൃത്തിയുള്ള ഒരു മനുഷ്യനാക്കി, അവനെ മനോഹര രൂപിയാക്കി ആ ഫറവോന്റെ മുമ്പിലേക്ക് യോസേഫിനെ കൊണ്ടെത്തിക്കുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, യോസേഫേ, നിന്നെ ദൈവം ഓർത്ത ദിവസമായിന്ന്, നിന്റെ ആ കണ്ണുനീർ ദൈവം ഓർത്ത ദിവസമാന്ന്, നിന്റെ താഴ്ച ദൈവം ഓർത്ത ദിവസമാന്ന്. നിന്നെ വിടിവിപ്പാൻ ദൈവത്തിനെ കൊണ്ട് പദ്ധതിയുണ്ട്. ആമേൻ. മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ പോയി ഈ സന്ദേശം അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 8-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം നോഹയെ ഓർത്തു. ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവവേദനയെ നമ്മളെ ഓർക്കുന്ന, താഴ്ചയിൽ ഓർക്കുന്ന ഒരു ദൈവം. ഇവിടെ ഇതാ നോഹയെ ദൈവം ഓർത്തു. അവന്റെ കൂടെയുള്ള മൃഗങ്ങളെ, ആ പെട്ടകത്തിലുണ്ടായിരുന്ന സകലത്തെ, അവന്റെ തലമുറകളെ, അവന്റെ ഭാര്യയെ കർത്താവ് ഓർക്കും. എന്തിനാ ദൈവം അവനെ ഓർത്തത്? പലതിനെയും ദൈവം മറന്നു കളഞ്ഞപ്പോൾ, പലതിനെയും ദൈവം കൊന്നു കളഞ്ഞപ്പോൾ, ഒന്നിനെയും ജീവിതത്തിൽ ശേഷിപ്പിക്കാതെ ജീവിതത്തിൽ പലതും തകർന്ന് ഈ പെട്ടകത്തിന്റെ പുറത്തെ അവസ്ഥ കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അനേക ശവശരീരങ്ങൾ ഒഴുകി നടക്കുകയാ. പ്രാണൻ വിട്ട പലതും മൃതദേഹങ്ങളായി ഇതിന് ചുറ്റും ഒഴുകി നടക്കുമ്പോ ഈ നോഹ എന്ന മനുഷ്യനും അവന്റെ കുടുംബവും പെട്ടകത്തിനകത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, ദൈവവാക്കിന് വില കൽപ്പിച്ച മനുഷ്യൻ, ദൈവത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മനുഷ്യനെ ദൈവം മറക്കാനിടയായില്ല. അവനെ സ്നേഹിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. ആമേൻ. ദൈവത്തിന് വേണ്ടി അപമാനം സഹിച്ച നോഹയെ ദൈവം കൽപ്പിച്ച വാക്കുകേട്ട് പെട്ടകമുണ്ടാക്കുമ്പോൾ പലരും ചോദിച്ചു കാണും, നീ എന്തായി ചെയ്യുന്നത്? ഭൂമിയിൽ മഴയില്ലല്ലോ എന്ന് പറഞ്ഞ് പലരും അവനെ പരിഹസിച്ചിട്ടുണ്ട്. എന്നാൽ ആ നിന്ദകൾ സഹിച്ച്, പരിഹാസം സഹിച്ച്, ഒറ്റപ്പെടൽ സഹിച്ച്, പലതും സഹിച്ച് തനിക്ക് വേണ്ടി ആ പെട്ടകം ദൈവനാമത്തിൽ ദൈവശബ്ദത്തിന് വേണ്ടി കീഴ്പ്പെട്ട ആ മനുഷ്യനോട് ദൈവം ഒരിക്കൽ പറയുന്നു, നീ പെട്ടകത്തിനകത്ത് കയറുക. ദൈവം വാതിലടയ്ക്കുന്നു. ഞാൻ പറയുന്നു, ദൈവശബ്ദത്തിന് കീഴടങ്ങിയ നിന്നെ, ദൈവവാക്കിന് വേണ്ടി നിന്ന നിന്നെ, ദൈവത്തിന്റെ കൃപ ലഭിച്ച നിന്നെ ഓർക്കാൻ ദൈവത്തിനൊരു സമയമുണ്ട്. ഇന്ന് പകൽ ലോകത്തിലുള്ള പലതിനെയും ദൈവം മറന്നു കളയുമ്പോൾ ദൈവത്തിന് വേണ്ടി നിന്ന ദൈവപൈതലേ, ദൈവത്തെ ഓർത്ത ദൈവപൈതലേ, ദൈവത്തെ സ്നേഹിച്ച ദൈവപൈതലേ, നിന്നെ ഓർക്കാൻ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അത് ഇന്നല്ല, നാളെയല്ല. നിന്നെ ഓർക്കുന്നത് ദൈവം ദൈവത്തിന്റെ സമയത്താണ്. ആമേൻ. ഇനി ഒന്ന് ശ്രദ്ധിച്ച്, ഈ നോഹ, അവന്റെ പെട്ടകം, അതിനകത്തുള്ള സകല ജീവജാലങ്ങളും 40 ദിവസത്തിന്റെ ആകാശത്തിന്റെ ഉറവുകൾ തുറക്കപ്പെടുന്നു, ഭൂമിയുടെ ഉറവുകൾ തുറക്കപ്പെടുന്നു. ആ വെള്ളം പല മടങ്ങായി ഭൂമിയിലേക്ക് വർദ്ധിച്ചു വരുന്നു. സകല പർവ്വതങ്ങളും മൂടിപ്പോകുന്നു. ഏതാ കടൽ, ഏതാ കരയെന്നറിയാൻ കഴിയാത്തൊരു വല്ലാത്ത അവസ്ഥയിൽ ആ പ്രദേശം മുഴുവൻ മുങ്ങി താണു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോഹ ചിന്തിക്കും, ദൈവമേ, എന്റെ വീട് എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നു നിന്നത്? എവിടെയായിരുന്നു പെട്ടകം ആദ്യം തുടങ്ങിയത്? എവിടെ നിന്നാ ഒഴുകുന്നത്? എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ആ പ്രതിസന്ധിയുടെ നടുവിൽ വെള്ളം പൊങ്ങി സകല ജീവജാലങ്ങളും ചത്തു കഴിയുമ്പോൾ ആമേൻ, നോഹ മാത്രം ഒരു പെട്ടകത്തിനകത്ത് ഒഴുകി നടക്കുക. വാതിലിന്റെ അപ്പുറത്തൂടെ നോക്കിയാലും ഇപ്പുറത്തൂടെ നോക്കിയാലും കാണാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, ഭൂമി മുഴുവനും നിറഞ്ഞു കിടക്കുന്ന വെള്ളം, കരകവിഞ്ഞൊഴുകുന്ന വെള്ളം. പച്ചിപ്പ് കാണാനില്ല, മലകൾ കാണാനില്ല, പർവ്വതങ്ങൾ കാണാനില്ല. ദൈവമേ, എനിക്കൊന്നും ഉറയ്ക്കാൻ കഴിയും, എനിക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയും. നിന്റെ വാക്ക് ഞാൻ കേട്ടതല്ലേ, നിന്നേക്ക് വേണ്ടി ഞാൻ നിന്നതല്ലേ, നിന്നകൾ ഞാൻ സഹിച്ചതല്ലേ, പെട്ടകത്തിനകത്ത് ഞാൻ കയറിയതല്ലേ എന്നൊക്കെ ഒരുപക്ഷെ ഈ മനുഷ്യൻ ചിന്തിച്ചു കാണും. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഭാരപ്പെടേണ്ട. ദൈവത്തിന് വേണ്ടി നീ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഓർക്കാൻ ദൈവത്തിനൊരു സമയമുണ്ടോ? നിന്നെ ഉറപ്പിക്കേണ്ട ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നിനക്ക് എങ്ങോട്ടാ ഈ പെട്ടകം പോകുന്നതെന്ന് അറിയാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം പറയും, ഒരറാറാത്ത് പർവ്വതത്തിനെ ലക്ഷ്യമാക്കി നോഹയെ, നിന്റെ പെട്ടകം പൊക്കോണ്ടിരിക്കുക. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് ദൈവമാ. അവൻ അതിനെ ഉറപ്പിക്കും. വെറുതെയല്ല നിന്നെ അവൻ വിളിച്ചത്, വെറുതെയല്ല നിനക്ക് കൃപ പകരുന്നത്. നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഉറപ്പിക്കാനും ഈ ദൈവത്തിനെ കൊണ്ട് കഴിയും.
ഇന്ന് ഈ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ആരെങ്കിലും ഒക്കെ എന്നെ മറന്നു, അപ്പൻ മറന്നു, അമ്മ മറന്നു എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, ഇല്ല, ദൈവത്തിന് നിങ്ങളെ ഓർക്കാനുണ്ട്. ദൈവത്തിന് മാത്രമേ നിങ്ങളെ ഓർക്കാനുള്ളൂ. നിങ്ങളെ വിടുവിപ്പാനുണ്ട്, കരുതാനുണ്ട്. ദൈവം നിങ്ങളെ ഓർക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായി യോസഫിനെ സഹോദരന്മാരുടെ മുമ്പിൽ മാനിച്ചതുപോലെ, ഒരു നോഹ പെട്ടകത്തിൽ നിന്ന് ഉറപ്പിച്ച് പുറത്തിറക്കിയതുപോലെ, അവനും അവന്റെ തലമുറയും ജീവിച്ചതുപോലെ നമ്മളെയും ദൈവം ഉറപ്പിക്കും. അതിനുവേണ്ടി കർത്താവ് നമ്മെ ഈ ദിവസങ്ങൾ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറ്. സ്നേഹിതരെ, ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാം കേട്ടതുപോലെ താഴ്ചയിൽ നിന്നും നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് നമ്മുടെ എല്ലാ ഭാരങ്ങളും ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ വിടുവിക്കുവാൻ ശക്തനാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ലോകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശം മുഖാന്തരം അനേക രക്ഷയിലേക്ക് കടന്നു വരുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുന്നു. തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാട്ടെ. ഗാഡ് ബ്ലെസ് യു. മഹിമ പുകഴ്ത്തിടാം.